എന്നിട്ടും ആ പ്രശ്നം നമ്മളെ വിടാതെ പിന്തുടരുക. എന്നെ വിടാതെ പിന്തുടരുന്നതേ നീയാ. എന്നെ ഇനിയും ശല്യപ്പെടുത്താതെ നിനക്ക് നിന്റെ കാര്യം നോക്കി പൊക്കൂടെ? എനിക്കങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല അംബികെ. ഉണ്ടെന്ന് എനിക്കറിയില്ലേ. ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ളതല്ലേ. ചെല്ലേ, അവനെ ഇപ്പൊ പുറത്തു പോയിരിക്ക. തിരികെ വരുമ്പോ നീ അവന്റെ മുറിവാതിൽക്കലൊന്ന് ചെല്ല്. എന്നിട്ട് കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ പറയും. ഈ വീട്ടിലും മുറ്റത്തുമൊക്കെ കറങ്ങി നടക്കാനും അവന്റെ മുന്നിലേക്ക് ചെല്ലാനും ഒക്കെ നിനക്ക് ധൈര്യമില്ലായിരിക്കും അല്ലേ? ഞാൻ എന്തിനടി മറ്റുള്ളവരെ പേടിക്കുന്ന? എന്റെ വീട്ടിൽ എനിക്ക് എവിടെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? നിനക്ക് വേറെ പണിയില്ലേ അംബികെ? പിന്നെ നിയമാനുസൃതമായിട്ട് ഞാനും പ്രതാപേട്ടനും തമ്മിലുള്ള വിവാഹം ഇതുവരെ വേർപെടുത്തിയിട്ടില്ല. നിന്റെ പിടിയിൽ നിന്നും നിന്റെ ചതികളിൽ നിന്നും ഞാനും എന്റെ മകളും കൂടി പ്രതാപേട്ടനെ രക്ഷിച്ചിരിക്കും. അതിനുവേണ്ടി മാത്രമാ ഞാനിവിടെ വന്നിരിക്കുന്നത്. നീ വെല്ലുവിളി തുടരുകയാണെങ്കിലേ ഞാൻ ലക്ഷ്യം നിറവേറ്റിയിട്ടേ ഇവിടുന്ന് പോകൂ. നമുക്ക് കാണാടി. ഒന്നും കാണാനില്ല, അതേ നടക്കൂ. അമ്മേ, എന്താടി വല്യമായി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാ അമ്മേ? വല്യമാവനും വല്യമായും ഒരുമിക്കുന്നെങ്കിൽ അവരൊരുമിക്കട്ടെ. അതിന് അമ്മയ്ക്കെന്താ? എന്തോ എന്തോ ഇതാര്? മദർ തെരേസയുടെ ശിഷ്യ ലതർ തെരേസയോ? അതോ മാതാ നന്ദന സുന്ദരാനന്ദമയ്യോ? എന്റെ ദൈവമേ, ഒരു പുണ്യവതി. അവളുടെ ഒരു വല്യമാവനും വല്യമായി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മരുമകളാകുന്നതൊക്കെ ശരി, കനിവും കാരുണ്യവും പറഞ്ഞ് അംബികാവർമ്മയുടെ മുന്നിലേക്ക് വന്നാലേ ഞാനേ നിന്നെ അങ്ങ് മറന്നു കളയും. ഞാനേ എന്റെ മകനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചതേ അവന്റെ ഭാര്യയായി ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിയാനാ, അല്ലാതെ അമ്മായിയമ്മയെ ഉപദേശിക്കാനല്ല. മനസ്സിലായോടി? അവരിങ്ങനൊരു സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ല വല്യമായി. എന്റെ പൊന്നു മോളെ, അവര് നിന്റെ ഭർത്താവിന്റെ അമ്മയാ. വെറുതെ പിണങ്ങാനൊന്നും നിക്കണ്ട. എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ടു പോവാൻ നോക്കണം. അവര് ഞങ്ങളുടെ ശത്രു ആയതുകൊണ്ട് മോള് ഞങ്ങളോട് മിണ്ടാനോ ഇടപഴകാനോ വരരുത്. അതവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? കല്യാണത്തിന് മുൻപ് ഇവരുടെ ചക്കര വർത്താനമൊക്കെ കേട്ടപ്പോ ഞാനങ്ങ് മയങ്ങിപ്പോയി. എന്റെ കുഞ്ഞെ, അങ്ങനൊന്നും പറയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അംബികയോട് സ്നേഹത്തോടെ പോകാനേ മോള് ശ്രമിക്കാവൂ. ഒരിക്കലും അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത്. അവർ വലിയ ഡേഞ്ചറാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കൂടുതൽ ഭരിക്കാൻ വന്നാ അവരെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ദൈവമേ, ഇത് തുടക്കത്തിലേ ഇങ്ങനെ ആയാ വലിയ പ്രശ്നമാവുമല്ലോ. മോള് സൂക്ഷിക്കണേ. ഞാൻ സൂക്ഷിച്ചോളാം, വല്യമായി സൂക്ഷിച്ചാ മതി. എനിക്ക് കഴിയാവുന്ന സഹായങ്ങളൊക്കെ വല്യമായിക്കും ഹൃദയക്കും ഞാൻ ചെയ്തു തരും. അതിന് ഞങ്ങളിവിടെ അഭയാർത്ഥികളൊന്നും അല്ലല്ലോ മോളെ. ഇത് ഞങ്ങളുടെ വീട്. ഇവള് അമ്മയുടെ മുറിക്കകത്തോ? ഞാനില്ലാത്ത നേരത്ത് അമ്മയെ സോപ്പിടാൻ വന്നതാ. ഇറങ്ങിപ്പൊടി ഈ റൂമീന്ന്. ഇറങ്ങാൻ. മോളെ, അമ്മ മിണ്ടാതിരിക്കെ. ഇവൾ ആരാന്നറിയോ? ഹൃതികേ, നീ മിണ്ടരുത്. ഇറങ്ങടി വെളിയില്. ഇറങ്ങാൻ. ഇറങ്ങാൻ. രതികെ, എന്താ മോളെ ഇത്? അംബിക മോനും ശത്രുക്കളാന്ന് വെച്ച് ഈ പാവം എന്ത് പിഴച്ചു? ഇവള് പാവോ? അമ്മയ്ക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ട്. ഞാനൊന്നും പറയുന്നില്ല. ചിലർക്കൊക്കെ അത് ഷോക്കാവും.
മേലെ ഞങ്ങളുടെ പരിസരത്ത് കണ്ടുവരുത്. പോ പോ. എന്താ മോളെ ഇത്? നിനക്ക് എന്താ പറ്റിയേ? പറ്റിയതൊക്കെ പറ്റി, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ മോള് സത്യം പറയണം. അമ്മ ചോദിക്കേ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു. നീയും രാജുവും തമ്മില് എന്താ പ്രശ്നം? നീ എന്താ മിണ്ടാത്തെ? പിണക്കാണോ? ഇല്ലമ്മേ, ഒരു പിണക്കവും ഇല്ല. ഇല്ലേ? ഇല്ലമ്മേ. ഞാൻ പോട്ടെ. ഇവര് തമ്മില് കാര്യമായിട്ടെന്തോ പിണക്കമുണ്ട്. പക്ഷെ പറയാത്തെന്താ? ഇങ്ങനെയൊക്കെയാ ഈ പ്രതികാരം ഇരട്ടിക്കുന്നത്. എനിക്ക് രാജുവിനോട് മാത്രമായിരുന്നു പകയും പ്രതികാരവും. അവളോട് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അവളോടുമായി. ഇനി എന്ത് വേണമെന്ന് ഈ നന്ദനെ കാണിച്ചു തരാം. രാജു നിന്നേ. നിനക്കിപ്പോ എന്താ വേണ്ടേ? മതിയായില്ല നിനക്ക്? അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു രാജു? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയോ? എന്തായാലും ഇങ്ങനെയൊക്കെ വന്നല്ലോ. അതിനെ നീയാ ഉത്തരവാദി. നീ മാത്രം. പ്രശ്നങ്ങളെല്ലാം മാറും രാജു. ഇനി ഒന്നും മാറാനില്ല. എല്ലാം ഏറെക്കുറെ അവസാനിക്കുക. രാജു, ഋതികയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് സംസാരിച്ചത് മാറ്റാം. അയ്യോ, അതൊന്നും വേണ്ടേ. അത്തരം ഉപകാരങ്ങളൊക്കെ ചെയ്തെന്നേ എന്നെ സ്നേഹിച്ച് കൊല്ലല്ലേ. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പെണ്ണിന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനിങ്ങനൊരു കളർ വരുമെന്ന് ഞാൻ കരുതിയില്ല. പണ്ട് ഞാൻ രാജുവിനെ മനസ്സിൽ വെച്ച് പൂജിച്ചു പോയി. രാജുവിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചും പോയി. രാജുവിന് എന്നെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞപ്പോ ഞാനതിന്ന് പിന്മാറുകയും ചെയ്തു. എന്നിട്ടും ആ പ്രശ്നം നമ്മളെ വിടാതെ പിന്തുടരുക. എന്നെ വിടാതെ പിന്തുടരുന്നതേ നീയാ. എന്നെ ഇനിയും ശല്യപ്പെടുത്താതെ നിനക്ക് നിന്റെ കാര്യം നോക്കി പൊക്കൂടെ?